യുവ വനിതാ അഭിഭാഷകയെ ആക്രമിച്ച കേസിൽ പ്രതി അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിന് ജാമ്യമില്ല, ജാമ്യം കോടതി അനുവദിച്ചില്ല എന്ന വാർത്ത വരുന്നുണ്ട്. വി അരുൺ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, നേരത്തെ തന്നെ പ്രോസിക്യൂഷൻ ഈ ആവശ്യം ഉന്നയിച്ചതാണ്. അതായത് ഈ പ്രതിക്ക് ഉന്നത സ്വാധീനമുള്ള വ്യക്തിയാണ്, നിയമം അറിയാവുന്ന വ്യക്തിയാണ്, ജാമ്യം അനുവദിക്കരുതെന്ന്. എന്താണ് കോടതി ഈ കേസിൽ വ്യക്തമാക്കിയിരിക്കുന്നത്? അല്പസമയം മുമ്പാണ് ജാമ്യ ഹർജിയിൽ തീരുമാനം വന്നത്. വിധി പറഞ്ഞില്ല. വിധി പറയുന്ന തിങ്കളാഴ്ചയിലേക്ക് മാറ്റുകയായിരുന്നു കോടതി. JMC 12 കോടതി ചെയ്തത്. തിങ്കളാഴ്ച വിധി പറയാം എന്ന് പറഞ്ഞാണ് ഈ കേസ് മാറ്റിയത്. വാദം പൂർത്തിയായിരുന്നു നേരത്തെ. പക്ഷേ വിധി ജാമ്യം തള്ളുകയോ അല്ലെങ്കിൽ വിധി പറയുകയോ ചെയ്യാതെ മാറ്റുകയായിരുന്നു. വിധി തള്ളുന്നതിന്, ജാമ്യ ഹർജി തള്ളുന്നതിന് പകരം തിങ്കളാഴ്ചത്തേക്ക് മാറ്റും. ഫലത്തിൽ ഇയാൾക്ക് ജാമ്യമില്ല. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് വെള്ളിയാഴ്ചയാണ്, നാളെ ശനിയാഴ്ചയാണ്, മറ്റന്നാൾ ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ചയാണ്. 2 ദിവസം കൂടി ഇയാൾ ജയിലിൽ തുടരേണ്ടി വരും. നാളെ കോടതി അവധിയാണ്. അതുകൊണ്ടാണ് തിങ്കളാഴ്ചയിലേക്ക് മാറ്റിയത്. അതായത് 3 ദിവസം ഇയാൾ കുറഞ്ഞത് ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇന്നലെ കോടതിയിൽ ഇയാളുടെ റിമാൻഡ് റിപ്പോർട്ട് പരിഗണിക്കുമ്പോൾ ജാമ്യം നൽകണമെന്ന ആവശ്യം ഇയാളുടെ അഭിഭാഷകൻ, പ്രതിഭാഗം അഭിഭാഷകൻ മുന്നോട്ട് വച്ചിരുന്നു. അത് പരിഗണിക്കാതെയാണ് നാളെ പരിഗണിക്കാമെന്ന് കോടതി വ്യക്തമാക്കിയത്. ഏതായാലും ഇന്ന് വിശദമായ വാദം കേട്ട ശേഷവും ജാമ്യം നൽകാൻ കോടതി തയ്യാറാകുന്നില്ല. ജാമ്യാപേക്ഷ തള്ളുകയല്ല ചെയ്തത്. തിങ്കളാഴ്ച വിധി പറയാം, തിങ്കളാഴ്ച ജാമ്യം നൽകണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനം തിങ്കളാഴ്ചയാണ്. ഫലത്തിൽ ഇന്നും നാളെ ഒരു മുഴുവൻ ദിവസവും കൂടി ഇയാൾ ജയിലിൽ കിടക്കേണ്ടി വരും. തിങ്കളാഴ്ച 11 മണിയോടുകൂടിയാകും ഈ കേസ് വീണ്ടും പരിഗണിക്കുക. അതുവരെ ഈ ബെയിലിൻ ദാസ് എന്ന സീനിയർ അഭിഭാഷകൻ തൻ്റെ ജൂനിയർ അഭിഭാഷകയെ മുഖത്ത് അതിക്രൂരമായി അടിച്ചു പരിക്കേൽപ്പിച്ച അഭിഭാഷകൻ ജയിലിൽ തുടരേണ്ടി വരും. തിരുവനന്തപുരം സബ് ജയിലിൽ തുടരേണ്ടി വരും. ജാമ്യം വൈകുകയാണ്, അല്ലെങ്കിൽ ജാമ്യം ഇന്ന് അയാൾക്ക് നൽകുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇപ്പോൾ നൽകാൻ കഴിയുന്നത് ഇയാളുടെ ജാമ്യാപേക്ഷ വിശദമായ വാദമാണ് നടന്നത്. സുപ്രീം കോടതി വിധികൾ കൂടി ഉദ്ധരിച്ചുകൊണ്ട് സമാനമായ കേസുകളിൽ നേരത്തെ കോടതികൾ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. മുൻകൂർ ജാമ്യം തന്നെ കോടതികൾ അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തൻ്റെ കക്ഷിക്ക്, ഈ പ്രതിക്ക് ജാമ്യം അനുവദിക്കണം. ഇതായിരുന്നു അഭിഭാഷകൻ ദിലീപ് സത്യൻ ഇയാൾക്ക് വേണ്ടി വാദിച്ചത്, ബെയിലിൻ ദാസിന് വേണ്ടി വാദിച്ചത്. പക്ഷേ കോടതി ചില നിരീക്ഷണങ്ങൾ ആ ഘട്ടത്തിൽ നടത്തിയിരുന്നു. പ്രധാനമായും ഒരു ജൂനിയർ അഭിഭാഷകയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമാണ് സീനിയർ അഭിഭാഷകനുള്ളത്. ഇവിടെ അതല്ല ഉണ്ടായത്. അവരെ മർദ്ദിച്ചിരിക്കുന്നു, അവരുടെ ശരീരത്തിൽ ഇയാൾ കൈവച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ അനുവാദമില്ലാതെ ഒരു സ്ത്രീയുടെ ശരീരത്തെ തൊടാൻ പാടില്ല, അത് ശരിയായില്ല നിരീക്ഷണം കോടതി ഈ ജാമ്യ ഹർജിയുടെ വാദത്തിനിടെ നടത്തിയിരുന്നു. അതിനൊടുവിൽ ഇയാളുടെ അഭിഭാഷകൻ വിശദീകരിച്ചത് ലൈംഗിക ഉദ്ദേശത്തോടുകൂടി ആയിരുന്നില്ല അവരുടെ ശരീരത്തിൽ സ്പർശിച്ചത് എന്ന് പറഞ്ഞു. അയാളെ പരമാവധി പ്രൊവോക്ക് ചെയ്തു, പ്രകോപിപ്പിച്ചു, മർദ്ദിച്ചു, ചെവിയിൽ അടിച്ചു, കേൾവിശക്തിക്ക് തകരാറുണ്ടാക്കി, മുഖത്ത്, പുരികത്ത് നഖ കൊണ്ട് പാടുണ്ട്, കണ്ണട തകർത്തു തുടങ്ങി ബെയിലിൻ ദാസിനെ ഷാമിലി ആക്രമിച്ചു എന്ന തരത്തിലുള്ള പ്രതികരണമാണ്, അല്ലെങ്കിൽ വിമർശനമാണ്, ആരോപണമാണ് പ്രതിഭാഗം അഭിഭാഷകൻ മുന്നോട്ട് വച്ചത്. ഏതായാലും അതെല്ലാം കേട്ട ശേഷം കോടതി പ്രോസിക്യൂഷന്റെ വാദം കൂടി കേട്ടു. പ്രതി സ്വാധീനമുള്ളയാളാണ്, വലിയ നിയമപരിജ്ഞാനമുള്ളയാളാണ്. അയാൾക്ക് ജാമ്യം നൽകിയാൽ അയാൾ സാക്ഷികളെ സ്വാധീനിക്കും. അയാളുടെ ഓഫീസിലുള്ളവരാണ്, ഉള്ളയാളാണ് ഈ വാദി എന്ന് പറയുന്നത്, ഇരയെന്ന് പറയുന്നത്. അവിടെ മറ്റു ചില അഭിഭാഷകർ കൂടിയുണ്ട്. അവരെല്ലാം ഈ സാക്ഷികളാണ്. അവരെല്ലാം സ്വാധീനിച്ച് ഇയാൾ രക്ഷപ്പെടുമെന്ന വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചത്. അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് കോടതി സ്വാഭാവികമായും ഇത്തരമൊരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന് ജാമ്യം നൽകാതെ മാറ്റിവച്ചിരിക്കുന്നത്. വിധി പറയാനായി മാറ്റുന്നു. ഫലത്തിൽ ഇയാൾ 2 ദിവസം കൂടിയെങ്കിലും ജയിലിൽ തുടരേണ്ടി വരും. ടോം, വ്യക്തമാണ്. ഇരയുടെ വാദം അംഗീകരിച്ചാണ് കോടതി പ്രതിയുടെ ജാമ്യം നിലവിൽ നിഷേധിച്ചിരിക്കുന്നത്. പക്ഷേ തിങ്കളാഴ്ച ഈ കേസിൽ അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിൻ്റെ ജാമ്യാപേക്ഷയുമേൽ തിങ്കളാഴ്ച കോടതി വിധി പറയും. ഇതിൽ ഇരയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യം, പ്രതി വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്, നിയമം അറിയാവുന്ന വ്യക്തിയാണ്, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ കേസ് അട്ടിമറിക്കാനുള്ള പല നീക്കങ്ങളും നടത്തും, അതുകൊണ്ട് ജാമ്യം അനുവദിക്കരുതെന്നാണ് അഭിഭാഷകൻ, അഡ്വക്കേറ്റ് ഷാമിലിയുടെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ വാദിച്ചത്.